ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഷുഡ്, മസ്റ്റ് എന്നിവ തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ്. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഷുഡ് ആൻഡ് മസ്റ്റ്. ഷുഡ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഒരു റെക്കമെൻഡേഷൻ പറയാൻ, അതല്ലെങ്കിൽ ഒരു സജഷൻ കൊടുക്കാനായിട്ടാണ്. ഈ സെൻറ്റൻസുകൾ നോക്കിയേ. യു ഷുഡ് കൺസൾട്ട് എ ഡോക്ടർ. നീ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം. ഹീ ഷുഡ് അപ്പോളജൈസ് ഫോർ ഹിസ് മിസ്റ്റേക്ക്. അവൻ്റെ തെറ്റിന് അവൻ മാപ്പ് പറയണം. He should apologize for his mistake. You should help your parents. You should help your parents. നീ നിൻ്റെ പേരൻസിനെ ഹെൽപ്പ് ചെയ്യണം. ഇതൊക്കെ നമ്മൾ പറയുന്നത് ഒരു സജഷൻ, നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുന്ന ഒരു ഉപദേശം പോലെയോ സജഷൻ പോലെയോ റെക്കമെൻഡേഷൻ പോലെയോ ഒക്കെയാണ്. അപ്പോൾ ഷുഡ് നമ്മൾ പ്രധാനമായി ഉപയോഗിക്കുന്നത് റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ സജഷൻ പറയാനായിട്ടാണ്. ഇനി മസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സ്ട്രോങ് ഒബ്ലിഗേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി അല്ലേ, ഒരു സ്ട്രോങ് ഒബ്ലിഗേഷൻ അഥവാ നെസസിറ്റി, നമ്മുടെ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആവശ്യങ്ങൾ പറയാനായിട്ട് നമ്മൾ മസ്റ്റ് ഉപയോഗിക്കാം. ഈ സെൻറ്റൻസിൽ നോക്കിയേ. യു മസ്റ്റ് അറ്റൻഡ് ദ മീറ്റിംഗ്. യു മസ്റ്റ് അറ്റൻഡ് ദ മീറ്റിംഗ്. നിർബന്ധമാണല്ലേ, എന്തായാലും ചെയ്തേ പറ്റുള്ളൂ, നീ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം. യു മസ്റ്റ് വിയർ സീറ്റ് ബെൽറ്റ് വൈൽ ഡ്രൈവിംഗ്. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നീ എന്തായാലും സീറ്റ് ബെൽറ്റ് ധരിക്കണം. ഇതും എന്ത് തന്നെയാണ്, നിർബന്ധമായിട്ട് നമ്മളുടെ ഒരു ഡ്യൂട്ടിയെക്കുറിച്ച് അല്ലെങ്കിൽ നിർബന്ധമായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഒരു ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ നെസസിറ്റി പറയുന്ന സമയത്ത് നമുക്ക് മസ്റ്റ് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഷുഡും മസ്റ്റും പ്രധാനമായും എവിടെ ഉപയോഗിക്കും എന്നതാണ്. ഇനി ഇവ തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് പറയുന്നത്. ഷുഡ് നമ്മൾ ഉപയോഗിക്കുന്നത് കൂടുതലായും ഒരു സജഷൻ അല്ലെങ്കിൽ അഡ്വൈസറി ആയിട്ടാണ്. കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ഒരു ഉപദേശം നൽകുന്ന രീതിയിൽ, ഒരു സജഷൻ നൽകുന്ന രീതിയിൽ നമ്മൾ ഷുഡ് ഉപയോഗിക്കും. എന്നാൽ മസ്റ്റ് പറയുമ്പോൾ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് ഒബ്ലിഗേറ്ററി ആണ്. ഒബ്ലിഗേറ്ററി മാത്രമല്ല, ഇംപെറേറ്റീവ് കൂടിയാണ്. ഇംപെറേറ്റീവ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു കമാൻഡ് കൊടുക്കുന്ന രീതിയിലോ നിങ്ങൾ നിർബന്ധമായും അത് ചെയ്യണം എന്ന് നമ്മളെ ഫോഴ്സ് ചെയ്ത് ചെയ്യിക്കുകയാണ്. അപ്പോൾ നമുക്ക് മസ്റ്റ് ഉപയോഗിക്കാം. ഷുഡും മസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ എക്സാമ്പിളിലൂടെ പറയാം. രണ്ടും ഒരേ അർത്ഥം വരുന്ന സെൻറ്റൻസുകളാണ്. യു ഷുഡ് ട്രൈ ടു അറൈവ് ഓൺ ടൈം. യു ഷുഡ് ട്രൈ ടു അറൈവ് ഓൺ ടൈം. നീ സമയത്ത് എത്താനായിട്ട് ശ്രമിക്കണം. ഇവിടെ നമ്മൾ അയാളോട് ഒരു സജഷൻ പോലെയാണ് പറയുന്നത്. യു ഷുഡ് ട്രൈ ടു അറൈവ് ഓൺ ടൈം. എന്നാൽ ഈ സെൻറ്റൻസ് നോക്കിയേ. യു മസ്റ്റ് അറൈവ് ഓൺ ടൈം. കുറച്ച് ത്രെറ്റനിങ് ആയിട്ട് നീ എത്തിയേ പറ്റൂ എന്ന നിർബന്ധത്തിൽ പറയുമ്പോൾ യു മസ്റ്റ് അറൈവ് ഓൺ ടൈം. ഇവിടെ ഒരു സജഷൻ പോലെയല്ല പറയുന്നത്, അത് നിർബന്ധമാണ്. ഒരു കമാൻഡ് പോലെ പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം, യു മസ്റ്റ് അറൈവ് ഓൺ ടൈം എന്ന് പറയാം. ഒരു എക്സാമ്പിൾ കൂടി പറയാം. You should attend the meeting. You should attend the meeting. You must attend the meeting. You must attend the meeting. രണ്ടും ഒരേ അർത്ഥമുള്ള സെൻറ്റൻസുകളാണ്. രണ്ട് സെൻറ്റൻസുകൾ തമ്മിൽ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ കാര്യമായിട്ട് വ്യത്യാസമില്ല. പക്ഷേ ഷുഡ് എന്ന് പറയുമ്പോൾ ഒരു അഡ്വൈസറി സജസ്റ്റീവായിട്ടും, മസ്റ്റ് എന്ന് പറയുമ്പോൾ ഒബ്ലിഗേറ്ററി നിർബന്ധമായിട്ടും, അതായത് ഫോഴ്സ്ഫുള്ളി ചെയ്യുന്നത് പോലെ ആകുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, മസ്റ്റ് ഉപയോഗിച്ച് പറയുന്നത്. ഈ വ്യത്യാസം കാര്യമായി നമ്മൾ ഫീൽ ചെയ്യുന്നത് സ്കൂളിലോ ഓഫീസിലോ നമ്മളുടെ അതോറിറ്റിയിലുള്ള ആളുകളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ മസ്റ്റ് ഉപയോഗിച്ച് പറയില്ല. അതല്ല, നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിൽ നിങ്ങൾ മസ്റ്റോ ഷുഡോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ പറയാം. അപ്പോൾ ഷുഡും മസ്റ്റും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മസ്റ്റ് എപ്പോഴും കുറച്ച് അതോറിറ്റേറ്റീവായിട്ട് പറയുന്ന ഒരു വേർഡാണ്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.